കാര്യം മനസ്സിലായല്ലോ. രാധേ രാധേന്നോ? അവള് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും അവളുടെ രണ്ടാമത്തെ ചിക്കനോട് ചാറ്റ് ചെയ്യുകയായിരിക്കും. അതല്ല അവള് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. കൃഷ്ണനാണോ ഈ ഉപദേശം തരുന്നേ? ശരിയാണ്, പുള്ളിക്കാരന് കുറെ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ശരിക്കും ഉറങ്ങാൻ പോയെങ്കിൽ അവളുടെ രണ്ടാമത്തെ ചിക്ക് നിങ്ങളാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളും ഇതേ സംഭവം തന്നെ ചെയ്യണം. അവളെ മെയിൻ ചിക്കായി വെച്ച് ഒരുപാട് സൈഡ് ചിക്കനെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. എന്നിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കണം അവളെ ഒഴിച്ച്. എന്നിട്ട് മെയിൻ ചിക്കായ അവളുടെ പേര് എന്നെ പോലെ പാടി നടക്കൂ. രാധേ രാധേ. പുരാണം വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതൊന്നും കേട്ട് മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന സൈഡ് ചിക്ക് പൊക്കുമ്പോ മെയിൻ ചിക്കും പോവും, എല്ലാ ചിക്കും പോയി സിംഗിൾ ആയിട്ട് ഇവിടെ നിന്ന് ലൈവ് കണ്ടുവരും. അതിലും ഭേദം ഒരെണ്ണത്തിനെ, ഞാൻ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാം, ഒരെണ്ണത്തിനെ മാനേജ് ചെയ്യുന്ന തന്നെ വലിയ പാടാണ്. പിന്നെ രണ്ടു മൂന്നെണ്ണത്തിനെയൊക്കെ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളെ. അതിലും ഭേദം ഇന്ന് ഇതൊക്കെ പുരാണം, കൃഷ്ണന്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് അത് പുരാണം, അത് ഇതൊക്കെയാണ്, വിശ്വാസം മാത്രമുള്ള കാര്യമാണ്. വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാം, വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. ഇന്ന് ഒരാൾക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടാത്ത കാലമാണ്. അപ്പൊ ഈ മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ മൂഞ്ചി തെറ്റും, മനസ്സിലായ? ഉള്ള ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുക.